അല്ല, തിരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് പൂർത്തിയായി. നല്ല രീതിയിൽ പോളിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ പോളിംഗ് നടന്നിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ 10,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കും. അതാണ് ഞങ്ങളുടെ കണക്കാണ്. അത് അസംബ്ലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ പാർലമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ കൂടെ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ടൗൺ കൂടിയാണല്ലോ, അത് ബൈ ഇലക്ഷൻ അല്ലേ, എല്ലാവരും വരണമെന്നില്ല. അതാണ് ടൗണും കൂടി ഉള്ളതുകൊണ്ടാണ്. എങ്കിലും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനേക്കാൾ, അതായത് വി കെ ശ്രീകണ്ഠന് 9,000 വോട്ട് കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ ഈ അസംബ്ലി സെഗ്മെൻറ്റിൽ നിന്ന് മാത്രം അദ്ദേഹത്തിന് 9,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം കിട്ടി. 10,000-ഓളം വരുന്ന വോട്ട്. അതിനേക്കാൾ കൂടുതൽ വോട്ട് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. കാരണം ഞങ്ങൾ തന്നെ 5,500 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിനേക്കാൾ കൂടിയിട്ടുണ്ട് വോട്ട് അന്നത്തേക്കാൾ. അതൊക്കെ അവർ വെറുതെ ഷോ അല്ലേ കാണിക്കാൻ വേണ്ടിയിട്ട്. ഒരു സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറാൻ പാടില്ല എന്ന് പറയുന്നത് എവിടത്തെയാണ്? അത് ഒരിക്കലും BJPയുടെ കേന്ദ്രങ്ങളിൽ, ശക്തി കേന്ദ്രങ്ങളിൽ ആരും പോവാറില്ല. അവിടെ ഞങ്ങൾ ഈ പ്രാവശ്യം മുഴുവൻ വീടുകളും കയറിയിട്ടുണ്ട്, നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന കുറേ വോട്ടുകൾ കൂടി ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടുക. അതിൻ്റെ അസ്വസ്ഥതയാണ്. അതൊന്നും സാരമില്ല. അതൊന്നും കണ്ട് 10,000 ആൾ നിന്നാലും അതിൻ്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടാതെ നിൽക്കാനുള്ള ധൈര്യമുള്ള സ്ഥാനാർത്ഥിയാണ്. അതൊന്നും കാര്യം, ഞാനത് ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. അത് കാര്യം അതായി അല്ല. ഇലക്ഷൻ നമ്മൾ പോൾ ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞത് ഇലക്ഷന് മുമ്പുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ഇലക്ഷൻ എല്ലാം അതിൻ്റെ അകത്തെല്ലാം എണ്ണാൻ വേണ്ടി ഇരിക്കുകയല്ലേ. ഇനി വെറുതെ അമിതമായ അവകാശവാദങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം എല്ലാവർക്കും ജയിക്കുമെന്ന് പറയണം. കൗണ്ടിങ്ങിനെങ്കിലും ആൾ പോകണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞ് വന്ന എക്സിറ്റ് പോളും യാഥാർത്ഥ്യവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരാൾ പോലും പറഞ്ഞിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ യഥാർത്ഥ റിസൾട്ടും എക്സിറ്റ് പോളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഒരു ഏജൻസി പോലും പറഞ്ഞില്ല. അതുകൊണ്ട് അതിൻ്റെയൊക്കെ വിശ്വാസ്യതയൊക്കെ, എക്സിറ്റ് പോളിനൊന്നും വിശ്വാസ്യതയില്ലേ.